എൻ്റെ ചെടിയിലെ ഇലകൾ മുഴുവൻ കഴിച്ചു തീർത്ത ഈ പച്ചപ്പുഴുവിനെ നിങ്ങൾ കണ്ടോ? പക്ഷേ ഇത് ഏത് തരം പുഴുവാണെന്ന് എനിക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ പുഴുവിനെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചെടിയിൽ കണ്ട ഒരു വിചിത്രമായ പച്ചപ്പുഴുവിനെ കുറിച്ചാണ്. ഇത് എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും അഭിപ്രായം അറിയാമല്ലോ എന്ന് കരുതി ഒരു വീഡിയോ ചെയ്തതാണ്. വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഞാൻ ഈ ഒരു ചെടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിലെ മുഴുവൻ ഇലയും ഏകദേശം മുഴുവനും തിന്നു തീർത്തിട്ടുണ്ട്. ഈ ഒരു സീസണിൽ നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ഇതുപോലെ പുറത്തിറങ്ങിയ സമയത്താണ് ഞാൻ ചെടിയിലെ ഇലകളെല്ലാം കഴിഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു രംഗം കണ്ടത്. ആദ്യം തന്നെ എനിക്ക് പുഴുവിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. ആ സമയത്താ ഇതിന്മേൽ നിറയെ കാണുന്നത്. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഇതാണ് കേട്ടോ എൻ്റെ ചെടിയിലെ ആ അത്ഭുത ജീവി. ഈ ഒരു പച്ചപ്പുഴു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ചെടിയുടെ ഇലകൾ മുഴുവനായും തിന്നു കഴിച്ചു. പക്ഷേ ഇത് ഏത് പുഴുവാണെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു പുഴുവിൻ്റെ നിറമൊന്ന് നോക്കിയേ, എന്തു മനോഹരമായ കളറാണല്ലേ. നല്ല മനോഹരമായ പച്ച കളറാണ് അതിനുള്ളത്. കണ്ടില്ലേ, മൊത്തം ചെടിയുടെ ഇലയും അവർ തിന്ന് തീർത്തിട്ടുണ്ട്. ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി കേട്ടോ. അതുപോലെ തന്നെ കണ്ടാൽ പേടി തോന്നുന്ന കണ്ണു പോലുള്ള പാടുകളുമുണ്ട്. അത് കണ്ണല്ല കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ അതൊരു കണ്ണാണെന്നാണ് കരുതിയത്. ഈ ഒരു ഭാഗത്തേക്ക് അവർ എത്തിയിട്ടില്ല. ബാക്കി ഭാഗങ്ങൾ മുഴുവനായിട്ടും അവർ തിന്നു തീർത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഇലയുണ്ടായിരുന്ന ചെടിയാണത്. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് മൊത്തമായിട്ട് അവർ തിന്നു തീർത്തിട്ടുണ്ട്. ആ ചെടിമേലുള്ള ഇലകൾ മുഴുവൻ കഴിയുമ്പോൾ ഇനി അവരുടെ ലക്ഷ്യം ഇതായിരിക്കാം. നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കണ്ടില്ലേ, എത്ര സ്പീഡിലാണ് അവർ ഓരോ ഇലയും തിന്നു തീർക്കുന്നത്. നിങ്ങൾക്ക് ഈ പുഴുവിന്റെ പേരറിയാമോ? അറിയാമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. ഞാൻ ഇതിനെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം എനിക്കിത് ചിത്രശലഭമാണെന്ന് ഒരു ചെറിയ ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. ഈ ഒരു പുഴു വിഷമുള്ളതാണോ ഒന്നും തന്നെ അറിയില്ല കേട്ടോ. നമ്മുടെ കുട്ടികൾ മുറ്റത്തൊക്കെ കളിക്കുന്നതല്ലേ, ആ സമയത്തെങ്ങാനും അവരുടെ കയ്യിലോ മറ്റോ ആയാൽ ചൊറിച്ചിലുണ്ടാവുമോ ഒന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും പറയണേ. എന്തായാലും ഈ ഒരു ചെടിക്ക് ഇത് ദോഷം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പുതിയ ഇല തളിർത്ത് വരുമ്പോൾ വീണ്ടും അവരെത്തും. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ തീരെ ഭംഗിയില്ലാതെ ആയി. എന്തൊരു സ്പീഡിലല്ലേ ആ ഇലകളൊക്കെ തിന്നു തീർക്കുന്നത്. ഇത് ഞാൻ പിറ്റേന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ ചെടികൾ മുഴുവൻ അവർ തിന്ന് തീർത്തിട്ടുണ്ട്. ശേഷം ഇനി ഇതാണ് ബാക്കി നിന്ന ഒരു തയ്യ്. ആ തയ്യമ്മേൽ വന്ന് കിടക്കുകയാണ് ആള്. ഇനി ഇത് ഈവനിങ് ആവുമ്പോഴേക്കും മുഴുവനായിട്ട് തീർന്നിട്ടുണ്ടാവും. ഇതിന്റെ പ്രത്യേകതയൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. കണ്ടാൽ നമുക്കത് കണ്ണാണെന്നല്ലേ തോന്നൂ. പക്ഷെ അത് കണ്ണല്ല കേട്ടോ. ഒരു പാട് പോലെ ഒരു ഡിസൈനാണത്.
കണ്ണായിട്ടുള്ളത് ഈ ചുണ്ടിനോട് ചേർന്ന് ഒരു ചെറിയ ബ്ലാക്ക് കുത്ത് മാത്രം, അതാണ് കണ്ണ്. കണ്ടോ, ആ ഒരു കുത്താണ് കണ്ണ്. അതിനെ കണ്ട നമ്മളെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നുന്നില്ലേ? എന്തായാലും ഇതൊരു വല്ലാത്ത അത്ഭുതം തന്നെ. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. നിങ്ങളുടെ കമന്റുകൾക്കെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കണ്ടോ, ഞാനൊരു വെറുതെ ഒരു ചുള്ളിയെടുത്ത് അതിലെ ഒന്ന് കയറ്റി നോക്കിയതാണ് കേട്ടോ. കണ്ടോ, എന്തൊരു വലിപ്പാലേ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഈ ഒരു പുഴു ഇനി എന്തായി മാറുമെന്ന് തീർച്ചയായും ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാം. അതുവരേക്കും ബൈ.